നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ മിഴികളെ കുറിച്ചാണല്ലേ, ഐനെ കുറിച്ചായിരുന്നു. അതിൻ്റെ കുറേ പാർട്സ് പഠിച്ചു, അതിൻ്റെ കുറേ ഫങ്ഷൻസ് പഠിച്ചു. ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട്, കോൺ സെൽസ്, റോഡ് സെൽസ്, ദെൻ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മിസ്സിൻ്റെ കഴിവൊക്കെ ഉണ്ട്. ഓക്കെ, ഒരാൾ വിളിച്ചു. ഇമാനുവൽ എവിടെ? ആളെന്തി പോയാ? വിളിക്കണ്ട. ഒന്നുമില്ല. The short duration in this the being having 1/16 of we can see the image in our retina within 1/16 of the second even the object was disappears from our view. വെരി ഗുഡ്. ദിസ് ഇസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് ഒബ്ജക്റ്റ് ഡിസപ്പിയർ ആയെങ്കിൽ പോലും ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ 1/16 ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ 16th ഒരു പാർട്ട്, അത്രയും സമയം കൂടി അത് റെറ്റിനയിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ടൈമിനുള്ളിൽ നമ്മൾ വേറൊരു ഒബ്ജക്റ്റിനെ കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും മെർജ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന ഫോട്ടോസ്, ആ ഫാസ്റ്റായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണാനായിട്ട് പറ്റി, ബിക്കോസ് ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ, ദെൻ അടുത്ത ആൾ വിളിച്ചു സാർ. ആരാണ്? ഹൃതിക. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. യെസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്? Rod cells are rod shaped. Oh wow. Rod cells are of rod shape, miss. Okay, cone cells cone shape ആണ്. Okay, then light ന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാ? Dim light rod cells. Okay. Bright light cone cells. Okay. Color sensing ആരാണ് കളർ സെൻസ് ചെയ്യുന്നത്? Cone cells. വെരി ഗുഡ്. അടുത്ത ആൾ വിളിച്ചോ. പാർവതി. എന്താ ഒരു വിഷാദം മുഖത്ത്? എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ, നമ്മൾ ഡീൽ ചെയ്യും. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നെന്താ ക്ലാസ്സിലായിരുന്നേ? സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? എടാ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ അവിടെ. ഒന്ന് സംസാരിച്ചേടാ. കോർണിയ ആണോ എന്ന് വേണ്ട. ഓക്കെ, എന്താ ഇനീഷ്യലോ? കോർണിയ. ഓക്കെ, യെസ്, കോർണിയ ആണ് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടഫ് അല്ലേ? അത് ടഫ് ആയതുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ എഴുതാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. വിളിച്ചോ. ദേവനന്ദ എഴുതിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഞാനും കണ്ടു. എന്താ എഴുതിക്കൊണ്ടിരുന്നേ? ഹെഡിങ് എഴുതി കളിക്കായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഒരു ഹോൾ ഉണ്ട് കണ്ണിൽ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ലെൻസാ. ലെൻസ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ആളാണ്. ലെൻസ് മെയിൻ ആള് അതല്ല. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഐറിസിന്റെ സെന്ററിലുള്ള ഒരു ഹോൾ, പ്യൂപ്പിൾ. യെസ്, മാറിപ്പോ വരുത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ആൾ വിളിച്ചു സാർ. ഗൗരി ശങ്കരി. യെസ്, നമ്മുടെ പുതുമുഖമായിരുന്നില്ലേ അത്? പുതുമുഖല്ലേ? യെസ്. ഓക്കെ, യെസ്. ഗൗരി ശങ്കരി ലെൻസിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കുറച്ച് മസിൽസ് ഉണ്ട്. അതിന്റെ പേരെന്താ? യെസ്, വെരി ഗുഡ്. അടുത്ത ആള് ദേവ് കൃഷ്ണ. പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചാപ്റ്റർ തീർത്ത് പെട്ടെന്ന് എക്സാം എഴുതി പെട്ടെന്ന് കിടന്നുറങ്ങാം. ഓക്കെ, ദേവ് കൃഷ്ണ കണ്ണിന് ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കുന്ന ആരാ? ലെൻസോ? കണ്ണിന് കളർ കൊടുക്കുന്ന ആള് ഐറിസ്. ഓക്കെ, മാറിപ്പോ വരുത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ഒരാൾ, ലാസ്റ്റ് വൺ. അലനിയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ. എടാ അല, നിനക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കളർ സെൻസ് ചെയ്യുന്ന സെൽസ് ഏതാണ്? കളർ സെൻസ് ചെയ്യുന്ന സെൽസ് ഏതാണ്? കളറിനെ ഓരോ കളേഴ്സിനെയും സെൻസ് ചെയ്യുന്ന സെൽസ്
റോഡ് സെൽസ് ആണോ? കോൺ സെൽസ് കേട്ടോ, മാറിപ്പോകരുത്. കോൺ സെൽസ് ആണ് കളറിനെ സെൻസ് ചെയ്യുന്നതും ബ്രൈറ്റ് ലൈറ്റിൽ ആക്ട് ചെയ്യുന്നതും കോൺ സെൽസ് ആണ്. റോഡ് സെൽസ് ഡിം ലൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ ഇതുവരെയുള്ള ടോപ്പിക് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ടോപ്പിക്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാം സെറ്റ് ആണ്, സൂപ്പർ ആണെങ്കിൽ ഒരു ഡബിൾ തമ്പ് നേടാം. നോക്കട്ടെ, അതിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഒരു പവറും കൂടി കേട്ടോ. പവർ കാണാതെ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. യെസ്, പവർ, പവർഫുൾ പവർ. യെസ് രാഹുൽ, എവിടെയാടാ നിന്റെ പവർ? ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. കസേര മാത്രം ഇരിക്കുന്ന ഒരാൾ ഫഹീം, വേഗം ഓടി വാടാ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ അടുത്ത ടോപ്പിക്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് അതിലും സിമ്പിളാണ് കേട്ടോ. യെസ്, എവിടെ വന്നില്ലല്ലോ. ഹെഡിങ് എഴുതാ, ഡിഫക്ട്സ് ഓഫ് ഐ. കണ്ണിൻ്റെ ഡിഫക്ട്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈവൻ ഐ ഹാവ് വൺ ഡിഫക്റ്റ്, അതിനുകൊണ്ടാണല്ലോ സ്പെക്സ് വെക്കുന്നത്. കണ്ണിന് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. കണ്ണിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്, നാച്ചുറലാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. സോ നമ്മളെപ്പോഴും എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാം, കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, മാറ്റിയെടുക്കുക, ക്യൂർ ചെയ്യാം. ക്യൂർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വളരെ റെയറാണ്. ഓക്കെ, അപ്പോൾ ഡിഫക്ട്സ് ഓഫ് ദ ഐ എന്താ? ഇല്ല, സ്ക്രീൻ ടൈം കൂടിയതിൻ്റെ ഒന്നും അല്ല കേട്ടോ. സ്ക്രീൻ ടൈം ഒക്കെ കൂടിയത് ഇപ്പോഴാണ്, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. എന്തോ പറ്റി, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നണം. ഓക്കെ, ഡിഫക്ട്സ് ഓഫ് ഐ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഡിഫക്റ്റിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കാനുണ്ട്. ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദ മോസ്റ്റ് കംഫർട്ടബിൾ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് വൺ ക്യാൻ റീഡ് വിത്ത് എ നോർമൽ ഐ ഈസ് അബൌട്ട് 25 സെൻറ്റിമീറ്റർ. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണെന്ന് അറിയോ? അതിൻ്റെ പിന്നിലേക്കും പ്രശ്നമാണ്, അതിൻ്റെ മുന്നിലേക്കും കുറച്ച് പ്രശ്നമാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഐയിൽ നിന്ന് ഒരു 25 സെൻറ്റിമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കംഫർട്ടബിൾ. ആ 25 സെൻറ്റിമീറ്റേഴ്സിൽ ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് നല്ല പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ 25 സെൻറ്റിമീറ്ററിൽ വെച്ച് വേണം കേട്ടോ ഫോൺ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിങ്ങനെ പിടിക്കാം. കുറച്ച് പ്രായമുള്ളവരൊക്കെ നോക്കുന്ന പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഞാൻ ഇത്രേ പിടിച്ചോളൂ. ആ ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഡിസ്റ്റൻസ് കേട്ടോ 25 സെൻറ്റിമീറ്റേഴ്സ് ആണ് നമുക്ക് നോർമലി നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റുന്ന ഡിസ്റ്റൻസ്, കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യണം, അതിൻ്റെ ഉള്ളിലും നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യണം. 25 ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഒരാളെ വിളിച്ചേ സാർ. അക്മൽ, ഒരു അക്മൽ, നമുക്കൊരു ഒബ്ജക്റ്റിനെ കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഒരു ഒബ്ജക്റ്റിനെ കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഏതാണ്? 25 സെൻറ്റിമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അവന് എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മൾ കണ്ണിൻ്റെ കുറച്ച് ഡിഫക്റ്റുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു 3 ഡിഫക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്താടാ. മയോപ്പിയ എന്നോ ഷോർട്ട് സൈറ്റഡ്നെസ്സോ കേട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഷോർട്ട് സൈറ്റ് എന്ന് പറയാം. ആൻഡ് ഞാൻ അതിലൊരാളാണ്. ഷോർട്ട് സൈറ്റുള്ള സാറും ഞാനും എല്ലാം ഷോർട്ട് സൈറ്റുള്ള ആളുകളിൽ ഒരാളാണ്. എനിക്ക് 2.5 ആണ് പവർ. സാറിന് എത്രയാണ് പവർ? അറിയില്ല. 6/9 എന്ന് പറയൂലേ? ആ ഓക്കെ ഓക്കെ, എൻ്റെ 2.5 ആണ് പവർ. ഒരു ഐ മാത്രമേ ഉള്ളൂ കേട്ടോ, ലെഫ്റ്റ് ഐക്ക് മാത്രമാണ് ഷോർട്ട് സൈറ്റ് ഉള്ളത്. ഈ ഐ നോർമലാണ്. അതെന്താ അങ്ങനെ? ഓക്കെ, യെസ്. ആണോ? നിനക്കും അങ്ങനെയാണോ? ആരാണത് താഴെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പുറം ലെഫ്റ്റ്. ആ കാത്രിൻ, സെയിം 2.5. ഹൈ ഫൈ. ഓക്കെ, യെസ്. അപ്പോൾ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നുമില്ല, ഷോർട്ട് സൈറ്റ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ നന്നായിട്ട് കാണാൻ പറ്റും. ആ പേര് വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷോർട്ട് ഡിസ്റ്റൻസിലുള്ളത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും, പക്ഷെ ലോങ് ഡിസ്റ്റൻസിലുള്ളത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ദിസ് ഈസ് വാട്ട് വി കോൾ മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്. ഓക്കെ, ഇൻ ദിസ് ഡിഫക്ട് ദ പേഴ്സൺ ഈസ് ഏബിൾ ടു സീ ദ നിയർ ബൈ ഒബ്ജക്ട്സ് ബട്ട് നോട്ട് ഏബിൾ ടു സീ ദ ഫാർ ഓഫ് ഒബ്ജക്ട്സ്. അടുത്തുള്ളത് കാണാൻ പറ്റും, പക്ഷേ ഡിസ്റ്റൻസിലുള്ളത് കാണാൻ പറ്റില്ല. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഷോർട്ട് സൈറ്റ്നെസ്. ഒരാൾ വിളിക്കും സാർ. പൗർണമി. യെസ്, പൗർണമി. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്?
ഏത് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്? അടുത്തുള്ളത് കാണാൻ പറ്റും, അകലെയുള്ളത് കാണാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അടുത്തൊരാൾ വിളിച്ചു സർ. അനിക. ഹായ് അനിക. യെസ്. ഓക്കെ, ഇത് സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിച്ചേടാ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്ന എന്തിനാ? സ്പെക്സിനകത്തുള്ളത് ആരാണ് ഈ കാണുന്നത്? ഈ സംഭവം എന്താണത്? ഗ്ലാസ്. ഓക്കെ, ഇത് ലെൻസ് ആണല്ലേ? ലെൻസ്. ഈ ലെൻസ് എന്തിനാണ് നമ്മളിങ്ങനെ വെക്കുന്നതെന്ന് അറിയോ? ലെൻസ് എന്തിനാണ് വെക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ എന്താ പറയുക, കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഷോർട്ട് സൈറ്റ് ഉള്ള ആളുകൾ യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് സൈറ്റ് നിയർ ബൈ ഒബ്ജക്ട്സിനെയാണ് കാണാൻ പറ്റുന്നത്. നമ്മളത് ക്യൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, സ്പെക്ടക്കിൾ എന്തായിരിക്കണം? കോൺകേവ് ലെൻസ് ഉള്ള സ്പെക്ടക്കിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് എന്താ പറയുക, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ തരുന്നത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു പുതിയ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയാം, നമുക്ക് ആരെങ്കിലുമൊക്കെ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റൊക്കെ ഉള്ളവരോട് പറയാം, ഓ നിന്റെ സ്പെക്സ് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ, ഡു യു നോ ദാറ്റ്? അങ്ങനെ പറയാം. ഓക്കെ, അതാരാണ്? അനന്തകൃഷ്ണ, പ്ലീസ് അൺമ്യൂട്ട്. എന്താ മിസ്സേ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ മിസ്സേ. നീ എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്ത് പോയി? ഓക്കെ, മെക്കാനിക്കൽ പെൻസിൽ പോയി. പോയത് പോട്ടെടാ, നമുക്ക് ആരെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? പോണത് പോവും. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കട്ടോ, പ്രോപ്പർ ആയിട്ട് ഇരിക്കാം. നമ്മൾ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? മയോപ്പിയ ഉള്ളപ്പോൾ ഏത് ലെൻസ് യൂസ് ചെയ്യണം? കോൺകേവ് ലെൻസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 2 പോയിന്റും വേഗം എഴുതിയെടുക്കുക. ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ എഴുതലും പഠിക്കലൊക്കെ ഒരുമിച്ചാണ്. I see one object as 2. ജസ്ലിൻ, നീ ഒരു ഒബ്ജക്റ്റിനെ 2 ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ 2 എണ്ണം വരുമ്പോൾ 4 ആയിട്ട് കാണും, 4 എണ്ണം വരുമ്പോൾ 8 ആയിട്ട് കാണും. അങ്ങനെയാണോ? ഓക്കെ, മാതേഷ് എന്താടാ ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ, ഒരാളെ മാതേഷിനെ വിളിച്ചു. അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മയോപ്പിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടാ. ഷോർട്ട് സൈറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എങ്ങനെയുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റും, എങ്ങനെയുള്ളത് കാണാൻ പറ്റില്ല, പറഞ്ഞോ. ഓ, മാതേഷിന് റേഞ്ച് ഇഷ്യൂ ആണോ? എടാ, നിങ്ങളിങ്ങനെ റേഞ്ച് ഇഷ്യൂ പറയല്ലേ ഏട്ടാ. അതുപോലെ തന്നെ വോയിസ് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും പറയല്ലേ ഏട്ടാ. എനിക്ക് വിഷമാവും. ഞാൻ വിളിക്കണ എല്ലാവരും അപ്പം തന്നെ അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിച്ചോളണം. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ഓക്കെ, എൻ്റെ എനർജിയൊക്കെ പോകും. ഓക്കെ ഓക്കെ, അപ്പോൾ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റും, ലോങ് ഡിസ്റ്റൻസിലുള്ള നമുക്ക് കാണാൻ പറ്റില്ല. അത് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട സ്പെക്ടക്കിൾ ഏതാണ്? കോൺകേവ് ലെൻസ്. ഇത്രയും കാര്യം അടിപൊളിയാണ്. സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേടാ. ഇത്രയും കാര്യം സെറ്റാണ്. മയോപ്പിയ, ഷോർട്ട് സൈറ്റ് സെറ്റാണ്. യെസ്. ഓക്കെ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് എഴുതും. അതിദേവ്, അങ്ങനെ ഒരാളില്ല ഇവിടെ? ഉണ്ട്. എടാ, നിന്റെ പവർ എവിടെയാ? മനസ്സിലായില്ല നിനക്ക്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. പവർ വന്നു. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഒരു ഡിഫക്റ്റിലേക്ക് പോകാം, വിച്ച് ഈസ്, ഇത് ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ അടുത്ത നമ്മൾ ഏതായിരിക്കും പഠിക്കാൻ പോകുന്നത്? ഒന്ന് ഒച്ചയിൽ പറഞ്ഞു നോക്കട്ടെ. അടുത്തത് ഏതായിരിക്കും പഠിക്കാൻ പോകുന്നത്? ഏതായിരിക്കും? യെസ്, കറക്റ്റാണ്. യെസ്, ലോങ് സൈറ്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫാർ സൈറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പർ മെട്രോപ്പിയ. മയോപ്പിയയും ഹൈപ്പർ മെട്രോപ്പിയയും. ഓക്കെ, യെസ്. ആ നെയിം എന്തായാലും പഠിക്കണം കേട്ടോ. ഷോർട്ട് സൈറ്റ്, ഫാർ സൈറ്റ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ. മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ, ആ നെയിംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതെന്തായാലും പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് എങ്ങനെയായിരിക്കും വരുന്നത്? അടുത്ത ആൾ വിളിച്ചു സർ.
ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ, കാരണം മറ്റേത് നേരെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, മയോപ്പിയ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഹൈപ്പർമെട്രോപ്പി ആയി. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയായിരിക്കും? കാണാൻ പറ്റില്ല. ഫാർ ഉള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും അല്ലെ? കാണാൻ പറ്റും. ഇത് ക്യൂർ ചെയ്യാനായിട്ട്, ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ലെൻസ് ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. വെരി ഗുഡ്, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ എടുത്ത പേന നോക്കിയാ സാർ, ഇതൊക്കെ ഇവിടെ വെക്കല്ലേട്ടാ. ഇതാണ് പേന. ഓക്കെ, യെസ്. ഇൻ ദിസ് ഡിഫെക്ട് ദ പേഴ്സൺ ഈസ് ഏബിൾ ടു സീ ദ ഫാർ ഓഫ് ഒബ്ജക്ട്സ്. അതാണ് ഫാർ സൈറ്റ് എന്നുള്ള പേര് വരാൻ കാരണം. ഫാർ ഓഫ് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, ബട്ട് നോട്ട് ഏബിൾ ടു സീ ദ നിയർ ബൈ ഒബ്ജക്ട്സ്. അടുത്തുള്ളതിനെ നമുക്ക് കാണാൻ പറ്റില്ല, റിസ്ക് ആയിരിക്കും. ഓക്കെ, ദിസ് ഡിഫെക്ട് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് സ്പെക്ടാക്കിൾസ് കണ്ടെയ്നിങ് കോൺവെക്സ് ലെൻസ്. ഞാൻ ചോദിക്കട്ടെ, അപ്പം എനിക്കൊരു ഡൗട്ട് വന്നു. എന്താ ജസ്ലിൻ, നിനക്ക് ഷോർട്ട് സൈറ്റ് ആണോ ലോങ് സൈറ്റ് ആണോ? ഓ, അവളുടെ മറ്റേതാണല്ലേ, 2 എണ്ണത്തിന് 10 ആയിട്ട് കാണുന്നത്. അത് 10 അല്ല ഞാൻ ഉദ്ദേശിച്ചത്, 4 ഉദ്ദേശിച്ചത്. പറഞ്ഞു തന്നപ്പോൾ കൂടി പോയതാണ് അല്ലേ? അത് അഡ്മിറ്റ് ചെയ്താണ്. നീ ഏത് ലെൻസാ യൂസ് ചെയ്യണമെന്ന് നിനക്കറിയില്ല? പവർ എത്രയാ? 0.25. അപ്പം അതെന്തായാലും ഷോർട്ട് സൈറ്റിലായിരിക്കുള്ളൂ വരുന്നത്. അപ്പം അത് കോൺകേവ് ആയിരിക്കുള്ളൂ, മൈനസ് വരും. കോൺകേവ് ആവാനാണ് സാധ്യത. ഓക്കെ, നീ ഒന്ന് ഉറപ്പിക്കട്ടാ. 0.25 ആണെങ്കിൽ -0.25 ആണെന്നുള്ള കാര്യം ഒന്ന് നീ ഒന്ന് പിടിച്ചു നോക്കിയേ. അതും ആ ലെൻസും ഒന്ന് പിടിച്ചു നോക്കിയേ, അത് കേവ് ആണോ വെക്സ് ആണോ എന്നുള്ളത്. കോൺകേവും കോൺവെക്സ് അറിയില്ല. ഈ എ എന്ന് പറയുന്നത് ഏതാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? അറിയില്ല അല്ലേ? ഓ, ഇമ്പോസിഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുന്നു എനിക്ക്. നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, അടുത്തൊരാൾ വിളിച്ചേ സാർ. അത് 7th നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതില് കോൺകേവ് ഏതാണ്, കോൺവെക്സ് ഏതാണ്? കോൺകേവ് ഏതാണ്, എ ഓർ ബി? കോൺകേവ്. ഇത് കോൺകേവ്. അപ്പൊ ഇത് കോൺവെക്സ് അല്ലേ? അടുത്ത ആൾ വിളിച്ചോ. ആദിദേവേ, ഈസ് അതിത്രി കറക്റ്റ് ആണോ? അവള് പറഞ്ഞു ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. കറക്റ്റ് ആണോ? അല്ലി എടാ, ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. കറക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ആയല്ലോ. ഞാനിത് കറക്റ്റ് ചെയ്യാൻ വരുമായിരുന്നു. അപ്പൊ മിസ് ഇങ്ങനെ ചോദിച്ചാ ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്. തിരിച്ചാണ്. യെസ്, മിടുക്കൻ. എത്ര കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാലും അവൻ കറക്റ്റ് പറയുള്ളൂ. ദിസ് ഈസ് കോൺവെക്സ് ആൻഡ് ദിസ് ഈസ് കോൺകേവ്. ഗായ്സ്, ആ ഫിഗർ കണ്ടാ അറിയില്ലേ? കേവ് പോലെ ഇരിക്കുന്നതാണ് കോൺകേവ്. കണ്ടോ? കേവ് പോലെ, 2 സൈഡിൽ നിന്ന് ഒരു കേവ് പോലെ, ഒരു ഗുഹ പോലെ ഇരിക്കുകയല്ലേ, അതാണ് കോൺകേവ്. ഇതുപോലെ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് കോൺവെക്സ്. മാറിപ്പോവരുത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് വെരി വെരി ബേസിക്. ഓക്കെ, ഇതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. മോശമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോയവർക്കൊക്കെ ഒരു ഇമ്പോസിഷൻ കൊടുക്കാനായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു. സർ എന്ത് ചെയ്യണം? അതിത്രിക്കും മാറിപ്പോയി, ജസ്ലിന് മാറിപ്പോയി. പക്ഷെ ഈ കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു മാറി മനസ്സിൽ വിചാരിച്ചിരുന്ന ആൾക്കാർ. അവരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ. മാത്സിൽ പഠിച്ചതാ. മാത്സിലോ? ചില മാത്സിലുണ്ടായിരിക്കും, ഐ ഡോണ്ട് നോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കോൺവെക്സ്, ഇത് കോൺകേവ്. ഇനി മിററും കൂടി ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഒരാൾ വിളിച്ചു സാർ. എന്തുട്ടാ നവമിക? ഞാനിപ്പോൾ ഒരു മിറർ വരച്ചിട്ടുണ്ട്, ഒരു സ്പെറിക്കൽ മിറർ വരച്ചിട്ടുണ്ട്. ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? ഈ മിറർ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ്. വാവ്, മിടുക്കി. ഇപ്പോഴെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ബിക്കോസ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്സ് ആണല്ലേ. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഡാഷ് വരക്കാത്ത സർഫസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അത് കേർവ്ഡ് ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് കോൺവെക്സ് ആണ്. ഇനി ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഇങ്ങനെ കേർവ്ഡ് ഇൻവേർഡ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? അത് കോൺകേവ് ആയിരിക്കും. കോൺകേവും കോൺവെക്സും പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കൂട്ടുവായി വരുന്നു. ഓൾ സ്റ്റാൻഡ് അപ്പ്. യെസ്.
All stand up. ഓ എല്ലാവർക്കും പ്രായമായിരിക്കണു അല്ലേ? എഴുന്നേക്കാനൊന്നും വയ്യ. എഴുന്നേറ്റ് നിന്നാൽ മാത്രം പോരാ, ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കണം കേട്ടോ. ടേബിൾ ഉണ്ടായിരിക്കും, ചെയർ ഉണ്ടായിരിക്കും, അതും ഒന്നും താങ്ങി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. ആദിദേവ് MJ, മൈക്കിൾ ജാക്സൺ. ഓൾ സ്റ്റാൻഡ് അപ്പ്. യെസ്. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിരം സംഭവം, ഒരു കാല് മേലെ കയറ്റി വയ്ക്കുക, രണ്ട് കൈയും മുകളിലേക്ക് പിടിക്കുക. എവിടെ അറിയില്ലേ? ഒരു കാല് അടുത്ത കാലിന്റെ മേലെ സപ്പോർട്ട് ചെയ്ത് വെക്കുക, രണ്ട് കൈ മുകളിലേക്ക് പിടിക്കുക. വേഗം. ആൻഡ് സ്റ്റാച്യു. ഇനി അനങ്ങരുത്, അനങ്ങിയാൽ ഔട്ടാണ്. അനങ്ങണവരെ പിടിക്കും സാർ ഇവിടെ നോക്കിയിരിക്കാണ്ട് അനങ്ങണവരെ പിടിക്കൂ. അനങ്ങണവർ ഇവിടെ കുറച്ച് പേരുണ്ട് അനങ്ങുന്നതായിട്ട്. കുറെ പേര് വൻ കോമ്പറ്റീഷൻ ആണ്. ഞാൻ തോറ്റു തരില്ല മിസ്സേ, തോറ്റു തരില്ല. അദ്വൈതേ കൈ ഇങ്ങനെ പിടിക്കണം. യു ആർ ഔട്ട്. ഫൗസാൻ നീ ഔട്ടാണ്ടാടാ, നീ ഔട്ടാണ്. നീ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത പോലുമില്ല, നീ കൈ ഇങ്ങനെ പിടിച്ചില്ല. കിട്ടണല്ലോ. അതിനാൻ നീ ഔട്ടിട്ടാ, നീ ആടുന്നു. പയസ് ഔട്ട്. ആയുഷ് ഔട്ട്. പയസ് ഔട്ട്. അദ്വൈത് ഔട്ട്. നാസ്നീൻ ഔട്ട്. ലാസ്റ്റ് ആര് വരും? ലാസ്റ്റ് ബിലാൽ ഔട്ട്. മിൻ ഔട്ട്. ഔട്ട് ആരൊക്കെയിരുന്നോ? ദേവനന്ദ ഔട്ട്. ആയുഷ് ഔട്ട്. ഓ അനയി നീ കാല് കയറ്റി വെച്ചിട്ടുണ്ടാ? സത്യം പറയണോട്ടാ അനയി. അവൻ കാല് കയറ്റി വെച്ചിട്ടില്ലെന്ന് തോന്നണട്ടാ. സൈറ്റാണ് പറഞ്ഞത്. നമുക്ക് ഫാർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, പക്ഷെ നിയർ ബൈ ഒബ്ജക്ട്സിനെ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. ആൻഡ് ഇതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. ഓക്കെ, അതുവരെ സെറ്റാണ്. മയോപ്പിയം സെറ്റാണ്. ഹൈപ്പർമെട്രോപ്പിയം സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചു തരാം. രണ്ടും സെറ്റാണ്. ഡബിൾ സെറ്റ്, സൂപ്പർ സെറ്റ്. കാണുന്നില്ല, എല്ലാവരുടെയും ഡബിൾ സെറ്റ് കാണുന്നില്ല. കുറച്ച് പേരും കൂടി. ആദിദേവേ നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകം വിളിക്കണം അവൻ്റെ പേര്. ഓക്കെ യെസ്. എനിവേസ് നമുക്ക് എന്തായാലും അടുത്ത ഒരു ഡിഫക്റ്റ് കൂടി പഠിക്കാം. അതിനു മുമ്പ് കണ്ടോ, ഞാനത് ജസ്റ്റ് ഒന്ന് വിഷ്വലി കാണിച്ചു തന്നതാണ്. നോർമൽ വിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഈ അടുത്തിരിക്കുന്ന ഈ റോക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഏറ്റവും അകലെയായിട്ട് കാണുന്ന വാട്ടർഫാൾസും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും നോർമലായിട്ടാണ് കാണുന്നത്. പക്ഷെ മയോപ്പിക് ഐ ആണെങ്കിൽ, മയോപ്പിക് എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റ് ആണ്. ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള റോക്ക് കാണുന്നുണ്ട്, പക്ഷെ ഫാർ ഡിസ്റ്റൻസിലുള്ള വാട്ടർഫാൾസ് എനിക്ക് വിസിബിൾ അല്ല. ദെൻ ഹൈപ്പർ മെട്രോപിക് വിഷൻ എന്ന് പറയുമ്പോൾ ഫാർ സൈറ്റ് ആണ്. അകലെയുള്ളത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, നമ്മുടെ വാട്ടർഫോൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഈ റോക്ക് വിസിബിൾ അല്ല. ഓക്കെ, ഇനി വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒന്നുകൂടെ തംസ്. എന്താ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. ഓക്കെ ആണോ? വേണമെങ്കിൽ ഒന്ന് നോക്കിയേ കിട്ടോ നിങ്ങൾ. അടുത്തുള്ള ഒബ്ജക്റ്റിനെ അകലെയുള്ള ഒബ്ജക്റ്റിനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് വേഗം ഒന്ന് നോക്കി ചെക്ക് ചെയ്തേ. നമ്മുടെ കണ്ണൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. അകലെ എന്തെങ്കിലും റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിലേ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടോ. അതുപോലെ അടുത്ത് വെച്ചിട്ടും വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. എനിക്ക് ഏതാണ്? ഇൻവെർട്ടർ ബ്ലൂഫിന്റെ അടിയില് ഉണ്ട്. കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, സക്സസ്ഫുൾ. ഓക്കെ, നോ മിസ്. ആർക്കാണ് വായിക്കാൻ പറ്റാത്തത്? വിഷ്ണു കുറുപ്പേ, നിനക്ക് പറ്റുന്നില്ലേ? വേഗം തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. സ്പെക്സ് ഉണ്ടല്ലേ, അപ്പൊ സെറ്റ്. അടിപൊളി. ഓക്കെ. എനിവേസ് നമുക്ക് ഒരു ഡിഫക്റ്റ് കൂടി പഠിക്കാം. അതാണ് നമ്മുടെ കാറ്ററാക്ട്. ഹെഡിങ് എഴുതാം കേട്ടോ. കാറ്ററാക്ട് എങ്ങനെ പറയാം? ഇത് നോർമലി നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് വരുന്ന ഒരു ഡിസീസാണ് കേട്ടോ. അതായത് നമ്മുടെ ലെൻസ് വീക്ക് ആവും. ലെൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ. അത് കുറേ വർഷം കഴിയുമ്പോൾ, കുറേ നാളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലൈറ്റ് വന്ന് കുറേ നാൾ കഴിയുമ്പോൾ അത് വീക്ക് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോകും, അതിൻ്റെ ട്രാൻസ്പെറൻസി പോകും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് വേഗം നോക്കാം. വിളിച്ചോ സാർ?
ഡിയോണ. ഒന്ന് വായിച്ചേടാ. Character develops when the eye lens of person become cloudy or opaque due to the formation of membrane over it. over it. Okay, yes. Cataract develops when the eye lens, നമ്മുടെ ഐ ലെൻസ് becomes cloudy, കുറച്ച് ക്ലൗഡി ആയി മാറുമ്പോൾ, അതായത് കുറേ നാൾ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഐ ലെൻസ് എന്ത് പറ്റും, കുറച്ച് ക്ലൗഡി ആവും അല്ലെങ്കിൽ ഒപ്പേക്കും ആവും എന്ന് പറയാം. ഒപ്പേക്കിൻ്റെ മീനിങ് അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേടാ. എന്താണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്താണ്? ഓക്കെ, വിളിച്ചോ. അല്ല, റീസെൻറ്റ് ചെയ്യാത്തവർ വിളിക്കുക, അതല്ല എൻ്റെ ഒരു ഇല്ല. എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, റീസെൻറ്റ് ചെയ്യാത്തവർ പറയൂല, അപ്പം ഞാൻ നിന്നെ വിളിക്കാം. അതാരാ? അഫ്നാനെ, എന്താണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? കാണാൻ പറ്റാത്തതാ. മറ പ്രോപ്പറായിട്ട് പറയടാ, പ്രോപ്പറായിട്ട് പറ. വി ഹാവ് 3 types of objects: transparent objects, translucent objects and opaque objects. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ്? ഓക്കെ, കുറച്ച് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ വേണം. ഫോർ ദാറ്റ് ആര് വരും സർ? പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ പറയാൻ രാഹുൽ തന്നെ വരട്ടെ. മിസ്സേ, അങ്ങനെ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറ. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് പറ. ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പേക്ക്. ട്രാൻസ്ലൂസന്റ് പാർഷ്യലായിട്ട് കാണാൻ പറ്റും. ഒപ്പേക്കോ? ആ ഒബ്ജക്റ്റിന് നമുക്ക് കാണാൻ പറ്റില്ല. ഇല്ല. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. എക്സാമ്പിൾസ് പറയാം. എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരണം കേട്ടോ. ട്രാൻസ്പാരൻറ്റിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ് അല്ലെങ്കിൽ ലെൻസ്. ട്രാൻസ്ലൂസൻറ്റിന് എക്സാമ്പിൾ ആണ് ഒരു ബട്ടർ പേപ്പർ. ഓക്കെ. ഒപ്പേക്കിന് എക്സാമ്പിൾ വാൾ. എടാ, വാള് കാണാൻ പറ്റില്ലേ നിനക്ക്? ആ ഗൈസ്, ഇനി ആര് വരും ഇതിന്റെ മൂന്നിന്റെയും എക്സ്പ്ലനേഷൻ പറയാൻ? ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലൂസന്റ് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്താണെന്ന് പറയാൻ വിളിച്ചോ സാർ? എലിസബത്ത്. ഓക്കെ, പറഞ്ഞു. എന്തു പറ്റി നിനക്ക്? വയ്യേ? ഫീവർ ആണോ? കുഴപ്പമില്ല. ഓക്കെ, എന്നാ പറഞ്ഞു. എന്താ ട്രാൻസ്പെറന്റും ട്രാൻസ്ലൂസന്റും ഒപ്പേക്കും തമ്മിലുള്ള ഡിഫറൻസ്? അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. കുറച്ച് കാണാൻ പറ്റും. ഒപ്പേക്ക് ഒട്ടും കാണാൻ പറ്റില്ല. അതായത് നമുക്ക് ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഒബ്ജക്റ്റ് ഒട്ടും കാണാൻ പറ്റില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് അതിന്റെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നവരാണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ് അല്ലെങ്കിൽ ലെൻസ്. ഇവരൊക്കെ എങ്ങനെയാണ്? ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യിക്കും. ഓക്കെ, ഇനി ലൈറ്റിനെ പാർഷ്യലി പാസ് ചെയ്യിക്കുന്നവരാണ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അത് കുറച്ച് പാസ് ചെയ്യും, കുറച്ച് പാസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ബട്ടർ പേപ്പർ. ഓക്കെ, ഇനി നമ്മുടെ ലൈറ്റിനെ ഒട്ടും പാസ് ചെയ്യിക്കില്ല. ലൈറ്റ് വന്ന വഴി തന്നെ തിരിച്ചു വെക്കോട്ടെ, എൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യിക്കും. ബട്ടർ പേപ്പർ ട്രാൻസ്ലൂസൻ്റ് ആണ്, കുറച്ച് പാസ് ചെയ്യിക്കും. ഒപ്പേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒട്ടും പാസ് ചെയ്യിക്കില്ല. അവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ഫോർ എക്സാമ്പിൾ വാൾ. ഓക്കെ, ഒരു വാൾ അത് ഒപ്പേക്കും ആണ്, അത് ഒട്ടും ലൈറ്റിനെ പാസ് ചെയ്യിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ, ഒപ്പേക്കും ആണോ? വിളിച്ചോ. ദക്ഷിൺ. നമ്മുടെ നോർമൽ ഐയുടെ ലെൻസ് ഇല്ലേ, ലെൻസ്, നമ്മുടെ ഐ ലെൻസ്, അത് ട്രാൻസ്പെറൻ്റ് ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ, ഒപ്പേക്കും ആണോ? ട്രാൻസ്പെറൻ്റ് ആണ്. ബട്ട് കുറേ നാള് നമ്മുടെ ലെൻസ് ഇങ്ങനെ ഇരുന്ന് കുറേ ലൈറ്റ് ഇങ്ങനെ വന്ന് അതെന്തായിട്ട് മാറും? പോയവൻ അടുത്ത ആൾ വിളിച്ചോ. മഹാദേവേ, അവിടെ ആരാടാ? ഞാനിവിടെ, ഐ എം ഹിയർ. ഇവിടെ നോക്കിയിരിക്കട്ടാ. പിന്നെ എന്തിനാ നീ അവിടെ നോക്കിയിരിക്കണത്? ഇവിടെ നോക്കിയിരിക്കട്ടാ. ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നോക്കിയിരിക്കുക. ഓക്കെ, നമ്മുടെ ഐ
ഓൾറെഡി ട്രാൻസ്പെറന്റ് ആയിരുന്നു, പക്ഷേ കാറ്ററാക്ട് വന്നു കഴിയുമ്പോൾ അത് എന്തായി മാറും? എന്താ? ക്ലൗഡി അല്ലെങ്കിൽ ഒപ്പേക്ക് ആയി മാറും. പിന്നെ അത് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യോ? ഇല്ല. നമ്മുടെ ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പോൾ ഒപ്പേക്കും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കുള്ളൂ. എങ്ങനെയാണിത് വരുന്നതെന്ന് അറിയോ? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മെംബ്രെയിൻ ഓവർ ഇറ്റ്. കുറേ കാലം ഇങ്ങനെ കണ്ണിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കണ്ണിൻ്റെ മുകളിലായിട്ട് ചെറിയ മെംബ്രെയിൻസ് ഫോം ചെയ്യും. ചെറിയ ഇങ്ങനെ പാട പോലെ ചെറിയ മെംബ്രെയിൻസ് ഫോം ചെയ്യും. ഈ മെംബ്രെയിൻസ് ഇങ്ങനെ വന്നാണ് നമ്മുടെ ലെൻസ് എന്തായി മാറുന്നത്? ക്ലൗഡി ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒപ്പേക്കും ആയിട്ട് മാറുന്നത്. അപ്പോൾ കാറ്ററാക്റ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇത്രയും തന്നെ പഠിക്കണം കേട്ടോ, പ്രോപ്പറായിട്ട് പഠിക്കണം. ഒരാളെ കൂടി വിളിച്ചോ സാർ. കൊച്ചു എന്താണ് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ ഇടല്ലേ കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഹായ് മിസ് വിളിച്ചു അങ്ങനെ വേണം പറയാനായിട്ട്. ഓക്കെ, അതല്ലാതെ ആൻസർ പറയണോ അല്ലേ, അങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുണ്ടാ. ഓക്കെ, അപ്പോൾ കാറ്ററാക്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചേടാ. Cataract develops when the eye lens of person becomes cloudy or even opaque due to the formation of membrane over. ഓക്കെ, എന്താ മനസ്സിലായത് പറ. കഴിഞ്ഞെന്ന് വിചാരിച്ചല്ലേ? എന്താണ് മനസ്സിലായെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. കാറ്ററാക്ട് പറ, നിനക്ക് മനസ്സിലായതെന്ന് പറ. കണ്ണില് കൃഷ്ണമണി, കണ്ണില് അവിടെ നിന്ന് ആരോ കമന്റ് ചെയ്താക്കണം കണ്ണിലെന്ന് പറഞ്ഞപ്പോ കുരു. ഓക്കെ, കണ്ണില് എന്താണ്? കണ്ണില് ലെൻസ് ഉണ്ടല്ലേ, ലെൻസിന് എന്ത് സംഭവിക്കും? അവളൊന്നും വിട്ടേത്, നിനക്ക് ഞാൻ തരാട്ടോ, നിനക്കുള്ള ഇമ്പോസിഷൻ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല, ഇവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും പറയാൻ പറ്റും അല്ലേ. അടുത്തൊരാൾ വിളിച്ചു സാർ. ആര്യൻ. ഓക്കെ, അത് അടുത്ത വിളിക്കാം. ഓക്കെ, ആര്യൻ പറയൂലേ. ഓക്കെ, ആര്യൻ കാറ്ററാക്ട് നിനക്ക് മനസ്സിലായതെന്ന് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ആരാണ് ട്രെയിൻ ഓടിക്കണേ? വിളിക്കുന്നവരൊക്കെ കോമഡി ആണല്ലോ. എടാ ഒന്നുകൂടെ പറ. വിട്ടേ, ഇതെന്താ എല്ലാരും വിളിക്കുമ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളാണല്ലോ. ഒന്ന് പറഞ്ഞേ, കാറ്ററാക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ചിരിക്കരുത് ആരും. ഓർക്കേണ്ട കാര്യം, മെംബ്രെയിൻ ഫോം ചെയ്യുന്നു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് മെംബ്രെയിൻ ഓവർ ദ ഐലൻസ്. ഓക്കെ, ഐലൻസിന്റെ മേലെ മെംബ്രെയിൻസ് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ ഐ ലെൻസ് ഓഫ് എ പേഴ്സൺ ബിക്കംസ് ക്ലൗഡി. മെംബ്രെയിൻ ഫോം ചെയ്യുന്നതുകൊണ്ട് ഐ ലെൻസ് ക്ലൗഡി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒപ്പേക്കും ആയിട്ട് മാറും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് കാണിക്കാം കേട്ടോ. ഡബിൾ തമ്പ്. യെസ് 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 യെസ്. ഓക്കെ, ഇതാരത്? നവമി, നിന്റെ ഡബിൾ തമ്പ് എവിടെ? ഡബിൾ തമ്പ് എവിടെ എവിടെ എവിടെ? ഓക്കെ, സെറ്റ് സെറ്റ്. കൊച്ചിന് ഇമ്പോസിഷൻ കൊടുക്കണ്ടേ? ഓക്കെ, ഡബിൾ തമ്പ് കാണിച്ചില്ലെങ്കിലാണ് ഇമ്പോസിഷൻ കൂടാ അല്ലേ? മനസ്സിലായോ നിനക്ക്? ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ വിളിച്ചേ. വിടില്ല ഞാൻ. ഒന്നുകൂടെ ഒന്ന് പറ, ഒന്നുകൂടെ മനസ്സിലായത് പറ. കാറ്ററാക്ട് ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെന്താ നിനക്ക് വിഷമം പറയാനായിട്ട് അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. മെംബ്രെയിൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഐലൻസ് കുറച്ച് ക്ലൗഡി ആൻഡ് ഒപ്പേക്കും ആയിട്ട് മാറും. ദിസ് ഈസ് വാട്ട് വി കോൾ കാറ്ററാക്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇനി അതിന്റെ അടുത്ത പോയിന്റ് പഠിക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാറ്ററാക്ട് ഡിക്രീസസ് ദ വിഷൻ ഓഫ് ദ ഐ ഗ്രാജുവലി. കാറ്ററാക്റ്റിന് കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായി മാറും? നമ്മുടെ ഐയുടെ വിഷൻ കുറച്ചിങ്ങനെ കുറഞ്ഞു വരും. ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു ദ ടോട്ടൽ ലോസ് ഓഫ് വിഷൻ ഓഫ് ദ ഐ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ കംപ്ലീറ്റ് വിഷൻ തന്നെ ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
ഓക്കെ, ആ ഒരു പോയിന്റ് എഴുതാം കേട്ടോ. കാറ്ററാക്ട് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഷോർട്ട് സൈറ്റും ഫാർ സൈറ്റും പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാറ്ററാക്ട് നമുക്ക് സർജറി തന്നെ വേണ്ടി വരും. ഓക്കെ, കാരണം എന്താണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന മെമ്പറൈൻസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഐലൻഡ്സ് വീണ്ടും വീണ്ടും ക്ലൗഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ലൈറ്റിനെ കാണാൻ പറ്റില്ല. അത്രയും ഒപ്പേക്കും ആയി കഴിഞ്ഞാൽ ഒട്ടും ലൈറ്റിന് അത് പാസ് ചെയ്യിക്കില്ല, ഒട്ടും വിസിബിൾ ആവില്ല ഒബ്ജക്ട്സ്. ഓക്കെ, ഇവിടെ എല്ലാവരും എന്താ ഭയങ്കര അല്ലേ സാർ, എല്ലാവരും ഭയങ്കര ശോകമുഖമായിട്ടിരിക്കുന്നു. സംതിങ് ഫിഷി. ഇന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരാളെ വിളിച്ച് എന്തുണ്ടെങ്കിലും നമുക്കത് പരിഹാരം ഉണ്ടാക്കണം. ആദിദേവേ, എന്താണ് ഒരു ഡിപ്രഷൻ? എന്താണ് ഒരു ഡിപ്രഷൻ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ആരെങ്കിലും പിടിച്ചിടിച്ചാ നിന്നെ? ഇമ്പോസിഷൻ കിട്ടിയാ? ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാ? ഹെഡ് മാസ്റ്ററിന്റെ റൂമിൽ കയറണ്ടോന്നാ? ഒന്നും സംഭവിച്ചില്ലേ? പിന്നെന്താ മുഖം ഇങ്ങനെ ഇരിക്കണത്? ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, കഥയൊക്കെ കേൾക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, 2 hours ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആർക്ക്? മഹാദേവനാ? ഓ, വെറുതെ അല്ല നീ അപ്പൊ ലെഫ്റ്റിൽ നോക്കിയിരുന്നത്. ഓക്കെ, നവമിക്ക് ഡൗട്ട് എന്നാ വിളിച്ചോ. എന്നോട് എന്തിനാ സോറി പറയുന്നത്? പറഞ്ഞോ. എന്താ? മൊബൈല് കാണുന്നതാണ് ഏറ്റവും പ്രശ്നം. മൊബൈല് കാണാൻ പാടില്ല കേട്ടാ. കുറച്ച് ടൈമിൽ കൂടുതൽ മൊബൈൽ കാണാം. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നമ്മളൊരു ഡേയിൽ മൊബൈൽ കാണാം. സ്ക്രീൻ ടൈം ഇതാകാൻ പറ്റുള്ളൂ. പഠിക്കുന്ന ടൈം എത്ര വേണമെങ്കിലും കാണാം കേട്ടോ, കുഴപ്പമില്ല, അത് കാറ്ററാക്ട് വരില്ല. പക്ഷേ പഠിക്കാതെ വെറുതെ റീൽസ് കണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഡിഫക്റ്റ് വരും. ഓക്കെ, വെറുതെ പറഞ്ഞാണ് കേട്ടോ, വെറുതെ പറഞ്ഞാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് കണ്ണിൻ്റെ സ്ട്രെയിൻ കൂടും. ലൈറ്റ് കൂടുതൽ വരുന്നതിനനുസരിച്ച് കണ്ണിലേക്ക് മെമ്പറൈൻസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കാറ്ററാക്ട് ഒന്നും നമുക്ക് ഈ ഒരു ഏജിൽ വരാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കുറേ നാൾ കഴിയുമ്പോഴാണ് കണ്ണ് നല്ല വീക്കാവുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതും പറഞ്ഞ് നീ അധികം സ്ക്രീൻ യൂസ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എത്ര നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇവിടെ എല്ലാം ചിരിച്ചു കണ്ടിരിക്കുന്ന ഒരാളുണ്ട്, എയർലൈൻ ആളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണേന്ന് തോന്നുന്നത്. ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാറ്ററാക്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ലാസ്റ്റ് പോയിന്റ് കൂടി നോക്കാം. എയർലൈൻ വിളിച്ചോ. ഗുഡ് ഈവനിങ്. ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേടാ. The opaque lens is removed from the eye of the person by surgical operation and new artificial lens is inserted in its place. ഞാനിങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോഴേ നീ ഇങ്ങനെ എത്തി നോക്കിയാലും കാണാൻ പറ്റില്ല. ഞാൻ നീങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ മറിഞ്ഞിരിക്കും, പുള്ളി എത്തി നോക്കിയാണ്. ഓക്കെ, യെസ്, ദ ഒപ്പേക്യൂ ലെൻസ്. ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ കാറ്ററാക്ട് വന്ന് നമ്മുടെ ലെൻസ് എന്തായി മാറി? അത് ഒപ്പേക്യൂ ആയിട്ട് മാറി, ക്ലൗഡി ആയിട്ട് മാറി. ഇനി നമുക്ക് ആ ലെൻസ് വെച്ചിട്ട് ഓരോ ഒബ്ജക്ട്സിനെയും കാണാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഡു സർജറി അല്ലേ. ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഐ ഓഫ് ദ പേഴ്സൺ ബൈ സർജിക്കൽ ഓപ്പറേഷൻ. അതാണ് ബാക്കിൽ കാണുന്നത്. സർജിക്കൽ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പേക്യൂ ലെൻസിനെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയതുപോലെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കണ്ണിന് ഡിഫക്റ്റ് ഉള്ള ഒരാളും കൂടി ഇവിടെ വന്ന് പോയായിരുന്നു കേട്ടോ, അഖിൽ കുട്ടു സാർ. വലിയ സ്പെക്സ് വെച്ച് കിടക്കുന്ന ഒരാളില്ലേ, ഞങ്ങളൊക്കെ ഒരു ടീമിലുള്ളതാ. ഓക്കെ, എന്താണ്? എന്താ വിളിച്ചോ? വിളിക്കാലോ, വിളിച്ചോ. ആയുഷ്, നിന്നെ വിളിക്കണമെന്ന് സാറിന് ഭയങ്കര ആഗ്രഹം, എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, കാറ്ററാക്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടാ. നിനക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവണം നീ പറയണത്. പറഞ്ഞു, നീ തന്നെ പറയണം. മെംബ്രെയിൻ എവിടെ ഫോം ചെയ്യും? ആരുടെ മേലെ മെംബ്രെയിൻ ഫോം ചെയ്യുന്നത്? ലെൻസിന്റെ മേലെ മെംബ്രെയിൻ ഫോം ചെയ്യും. അപ്പൊ ലെൻസ് എന്തായി മാറും? ഒപ്പേക്ക് ആയിട്ട് മാറും. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി കോൾ കാറ്ററാക്ട്. ഓക്കെ, ഓ കഷ്ടപ്പെട്ടവൻ ഒപ്പിച്ചു. ഇതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും? കാറ്ററാക്ട് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം?
സർജറി തന്നെ ചെയ്യണം മിസ്സേ, വേറെ ഒരു വഴിയില്ല. ആ ഒപ്പേക്ക് ലെൻസ് എടുത്ത് മാറ്റിയിട്ട് നല്ലൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വീണ്ടും പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാറ്ററാക്റ്റും സെറ്റാണ്, മയോപ്പിയ സെറ്റാണ്, ഹൈപ്പർ മെട്രോപ്പിയ സെറ്റാണ്. ഈ 3 ഡിഫക്റ്റും സെറ്റ് ആണെങ്കിൽ മാത്രം ഒന്ന് ഡബിൾ തമ്പ് കാണിച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം തരാം, വേഗം ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. പവർ പവർ എടാ എൻ്റെ പവർ പോയി, ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് പവർ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെടണമെന്ന് അറിയോ? ഒരു പവറുള്ള പവർ കിട്ടാനായിട്ട്. എവിടെ നിങ്ങളുടെ പവർ? ആദിദേവേ നിന്നെ ഞാൻ അവിടെ വന്ന് കണ്ടാ? ഓക്കെ, സെറ്റ്. അവൻ മസിലാണിച്ചപ്പോൾ ഞാൻ അത് കോംപ്രമൈസ് ആയി. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, കെയർ ഓഫ് ദ ഐ. ഇത് നമുക്ക് ബേസിക് ആയിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എഴുതാം. ഇത് കൂടാതെ കുറച്ച് പോയിന്റ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, വേണമെങ്കിൽ അത് പഠിച്ച് എഴുതിയാലും മതി. സ്കെൽട്ടൺ മിസ്സാ. ഡു ഐ ലുക്ക് സോ? നോ. പൈസന് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. പൈസനൊന്ന് വിളിച്ചു. എന്താണ് എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? കോർണിയ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലേ? എടാ കോർണിയ എന്ന് പറയുന്നതേ നമ്മളുടെ ഈ പ്യൂപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമല്ല. അതായത് പ്യൂപ്പിളിന്റെ മേലെ കോർണിയ ഉണ്ട്, പക്ഷേ കോർണിയ എന്ന് പറയുന്നത് അതിന്റെ ടഫ്നെസ് ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ കണ്ണ് പെട്ടെന്ന് അതിന്റെ ഇമ്പാക്റ്റ് വരാതിരിക്കാനായിട്ടുള്ള ഒരു ടഫ് കവറിങ് മാത്രമാണ്. ഓക്കെ, ആ കോർണിയയെ പാസ് ചെയ്തിട്ടാണ് ലൈറ്റ് വരുന്നത്. കോർണിയനെ പാസ് ചെയ്ത് എന്താണ് വൈറസോ? ഡിഫക്റ്റ് മനസ്സിലായില്ലടാ. അല്ല, വൈറസ് എന്ന് പറയുന്നത് സ്പ്രെഡ് ആവുന്ന സംഭവമല്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായില്ലടാ. നീ ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ അത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നീ എവിടെയും തൊടാണ്ട് പറയുന്നതുകൊണ്ട് എനിക്കും ക്ലിയർ ആവുന്നില്ല. കുഴപ്പമില്ല, നിനക്ക് നല്ല ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് വെയിറ്റ് ആഫ്റ്റർ ക്ലാസ്, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ കെയർ ഓഫ് ദ ഐ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഒന്നുമില്ല, ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കെയറിങ്. ഓക്കെ, ടു ലിറ്റിൽ ഓർ ടു മച്ച് ലൈറ്റ് ഈസ് ബാഡ് ഫോർ ഐ. കുറച്ച് ലൈറ്റ് ആണെങ്കിലും പ്രശ്നമാണ്, നല്ല ലൈറ്റ് ആണെങ്കിലും നമുക്ക് കണ്ണിന് പ്രശ്നമാണ്. ഓക്കെ, നല്ല ലൈറ്റിൽ നമ്മൾ കാണുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുപോലെ ഡിം ലൈറ്റിൽ നമ്മൾ കാണുന്നതും ബുദ്ധിമുട്ടാണ്. ഡിം ലൈറ്റ് ആണെങ്കിൽ കണ്ണടച്ചു വെച്ചോ, കാണണ്ട. ഓക്കെ, ഡിം ലൈറ്റിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൂട്ടാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോഴും എന്താണ്, കണ്ണിന് സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിം ആണെങ്കിലും ആ 2 എക്സ്ട്രീംസും നമുക്ക് കണ്ണിന് പ്രശ്നമാണ്. ഇൻസഫിഷ്യൻറ്റ് ലൈറ്റ് കോസസ് ഐ സ്ട്രെയിൻ ആൻഡ് ഹെഡ് ഏക്സ്. എനിക്ക് തോന്നുന്നു എനിക്ക് മൈഗ്രെയിൻ വരാൻ കാരണം അതായിരിക്കും ചിലപ്പോൾ. ഇൻസഫിഷ്യൻറ്റ് ലൈറ്റ്, വീട്ടിലെ ബൾബ് മാറ്റണം. ഓക്കെ, യെസ്. Too little or too much light is bad for eyes. Insufficient light causes eye strain and headaches. First point clear ആണെങ്കിൽ thumbs. ക്ലിയർ ആവാൻ മാത്രമൊന്നുമില്ല, സിമ്പിൾ സംഭവമാണ്, നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരാൾ വിളിച്ചു സാർ. അനാൻ, ഗുഡ് ഈവനിങ്. യെസ്, സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിക്കണം. Too much little like that of too much like that of the sun. A powerful lamp or a laser torch can injure the retina. Do not look at the sun or a powerful light directly. എക്സ്പ്ലെയിൻ ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യൂ. കുറേ ലൈറ്റ് സണ്ണിന്റെയും ലാമ്പിന്റെയും ലേസറിന്റെ ഒക്കെ റെറ്റിന ഇഞ്ചറി. ഓക്കെ, കറക്റ്റ് ആണ്. നേതൻ, ആർ യു ദേർ മാൻ? ഒന്ന് വിളിച്ച്. അവിടെ എന്തോ കപ്പലിന്റെ എന്തോ കഴിക്കണമെന്നോ, ഒന്ന് വിളിച്ചാന്. എന്താ? പിസ്താഷ്യൂസ് കഴിക്കുകയാണ്. കഴിച്ചോട്ടെ, നമുക്കൊന്നും തരണ്ട. ഞാൻ മഞ്ച് കഴിച്ചടാ, മഞ്ച് കഴിച്ചിട്ടാ ഞാൻ ബ്രേക്ക് ടൈമിൽ മഞ്ച് കഴിച്ചു. എനിക്ക് ഹിബാമിസ് മഞ്ച് വാങ്ങി തന്നു. സാറ് വാങ്ങിയതാണോ? സോറി ടാ. ഓ, അത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇത് എന്തൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്? ഇപ്പി കഴിക്കുന്നു,
ഇപ്പൊ കഴിക്കുന്ന പിസ്താഷ്യോ എന്തൊക്കെയാണ് കഴിക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. ഓക്കെ, അധികം കഴിക്കണ്ട കേട്ടോ. ഇവിടെ വേണം കോൺസെൻട്രേഷൻ. നമ്മുടെ നേരത്തെ ഒന്ന് വിളിച്ചേ, ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്തോ. എടാ നല്ല ബ്രൈറ്റ് ലൈറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് ബുദ്ധിമുട്ട്? നമ്മുടെ ഐയിലുള്ള ആരെ ഡാമേജ് ചെയ്യും? റെറ്റിനയ്ക്ക് അത് ഭയങ്കര ഡാമേജ് ആയിരിക്കും, ഇഞ്ചോർഡ് ആയിരിക്കുള്ളൂ. സോ അങ്ങനെയുള്ള പവർഫുൾ ലൈറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ ലേസർ ലൈറ്റ്, പവർഫുൾ ലാമ്പ്, സൺലൈറ്റ്, ഇതിലോട്ടൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പാടില്ല. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാർ ഇവിടെ കാര്യമായിട്ട് ഒരു എഡിറ്റിംഗ് നടത്തുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ചാപ്റ്റർ കഴിയുമ്പോഴേക്കും കാണാൻ പറ്റും കേട്ടോ, ഞെട്ടരുതാരും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്, ബ്രൈറ്റ് ലൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാതിരിക്കാം. തേർഡ് വൺ, അടുത്ത വിളിച്ചോ സാർ. ഹോസാൻ, read the third sentence for me. Never rub eyes if particles of dust go into eye. Wash eyes with clean water. If there is no improvement, go to a doctor. Wash eyes frequently with clean water. Meaning. ഒരിക്കലും കണ്ണ് തിരുമ്പരുത്. വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണി പോയാ പിന്നെന്താ ചെയ്യണ്ടേ? വെള്ളം കൊണ്ട് കണ്ണെഴുത, അത് പോയി, അങ്ങനത് പോയി തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത്. വെരി ഗുഡ്, മിടുക്കൻ. എക്സാക്ട് മീനിങ് ആണ് എനിക്ക് പറഞ്ഞത്. മിടുക്കൻ. ഓക്കെ, വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ, വല്ല ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് റബ് ദ ഐസ്. നമ്മൾ കണ്ണ് ഒരിക്കലും തിരുമാനായിട്ട് പാടില്ല. വി ഷുഡ് ജസ്റ്റ് വാഷ് ദ ഫേസ്. നമ്മൾ കണ്ണൊന്ന് കഴുകുക. അത് എന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഡോക്ടറുടെ അടുത്ത് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തരും. എന്താ എടാ, നമ്മൾ കണ്ടിരുന്നു സാർ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പോയിട്ട് ഭയങ്കര വീക്കായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു, പറൂര് നടക്കുകയായിരുന്നു. ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്താ പറഞ്ഞിരുന്നത്, കണ്ണിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോയി കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് ജസ്റ്റ് റബ്. നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ടും പോയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാം കേട്ടോ. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കൂടി എഴുതാം. 3 പോയിന്റ്സ് ആയി. ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ്സോ 3 പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്, അതുകൂടി കാണിക്കാം. എഴുതി കഴിഞ്ഞെങ്കിലൊന്ന് വേവ് ചെയ്തേ. എഴുതി കഴിഞ്ഞോ? കുറച്ച് ടൈം തന്നു ഞാൻ. വേഗം എഴുതിടാ ഞാൻ. എഴുതി കഴിഞ്ഞു. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ്. അടുത്ത ആൾ വിളിച്ചു. ദിയ. വായിച്ചേടാ ഫസ്റ്റ് സെന്റൻസ്. Always read at the normal distance for the shade. Do not read by bringing book too close to eyes or keeping it too far. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണിത്. നമ്മളെപ്പോഴും ഒരു ബുക്കോ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ഒരു നോർമൽ ഡിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് 25 സെൻറ്റിമീറ്റേഴ്സ് മെഷർ ചെയ്തിരുന്ന് കാണാം. ഓക്കെ, ഒരു നോർമൽ ഡിസ്റ്റൻസിൽ വേണം നമ്മളെപ്പോഴും എന്താണ് വായിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാനായിട്ട്. ഭയങ്കര ഫാർ ആയിട്ട് പിടിക്കാനും പാടില്ല, ഭയങ്കര ക്ലോസ് ആയിട്ടും പിടിക്കാൻ പാടില്ല. രണ്ടും കുറച്ച് സ്ട്രെയിൻഫുൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ ഡിസ്റ്റൻസിൽ ബുക്ക് വായിക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. സിമ്പിൾ. അടുത്ത ആളെ വിളിച്ചു സാർ. ദിവീന. യെസ്, തലയിലുണ്ടല്ലോ അല്ലേ, അത് മതി. ലാസ്റ്റ് പോയിന്റ്. One should therefore include in the diet കുഴപ്പമില്ല, വായിച്ചോ. Include in the diet components which have vitamin A. Components which have vitamin A, raw carrots, broccoli and green vegetables such as spinach and cod liver oil are rich in vitamin A. Eggs, milk, curd, cheese, butter and fruits such as papaya and mango are also rich in vitamin A. മിസ്സേ, എന്നെ വിളിക്കുമ്പോൾ ഇച്ചിരി ചെറിയ സെന്റൻസ് ഒക്കെ തന്നു മിസ്സേ. ഇത്രയും വലിയ സെന്റൻസ് ആൾ ഒറ്റയ്ക്ക് വായിച്ചിട്ടാ. ഒന്നുമില്ല, ഇതുപോലുള്ള ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ കണ്ണിന് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ബ്രോക്കലി, ക്യാരറ്റ്സ്, അതുപോലെ എഗ്സ്, മിൽക്ക്, കേർഡ്, ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം ഫുഡായിട്ട് പ്രോപ്പർ ആക്കാം. സിമ്പിൾ. ഓക്കെ, ക്യാരറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വിറ്റമിൻ എ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാരറ്റ് ആണ്. ഇതാരത്? ഹാൻഷൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യടാ. ഐ കെയറിന് നമ്മൾ ചെയ്യേണ്ട ഒരു 3 പോയിന്റ്സ് പറഞ്ഞു. ഐ കെയറിന് ചെയ്യേണ്ട 3 പോയിന്റ്സ്.
പറ. eat healthy, eat healthy. ഈറ്റ് വിറ്റമിൻ. ഏത് വിറ്റമിൻ? ഏത് വിറ്റമിൻ? Food. വിറ്റമിൻ ഏത് വിറ്റമിൻ? A. വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ദെൻ Watch objects from a distance. ആ ഓക്കെ ഓക്കെ. ഒരു നോർമൽ ഡിസ്റ്റൻസിൽ വേണം ഒബ്ജക്ട്സിന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിലേക്ക് നോക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? Avoid use of phone. അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല. എന്തായാലും നല്ല പോയിന്റ് ആണ് കേട്ടോ. അവോയ്ഡ് യൂസ് ഓഫ് ഫോൺ. അത് നീ അവോയ്ഡ് ചെയ്യോ? ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. എന്തൊക്കെയായിരുന്നു? നമ്മൾ വളരെ ഡിം ലൈറ്റിലും അതുപോലെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിലും നമ്മൾ നോക്കാനായിട്ട് പാടില്ല, ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. അതുപോലെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയ്ക്ക് കംപ്ലൈൻറ്റ് ആണ്. സോ അത് ചെയ്യാതിരിക്കുക. ദെൻ കണ്ണിലേക്ക് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോയി കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് റബ്. നമ്മൾ കണ്ണ് റബ്ബ് ചെയ്യാൻ പാടില്ല. വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞത് ഒരു നോർമൽ ഡിസ്റ്റൻസിൽ വേണം ബുക്സ് ഒക്കെ റീഡ് ചെയ്യാനായിട്ട്. ടു ഫാർ വെക്കാൻ പാടില്ല, ടു ക്ലോസും വെക്കാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് വൺ, നമ്മൾ വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ആളെന്താ പഠിച്ചുകൊണ്ടിരിക്കണേന്നാവോ? തൻവി കാര്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഈ പോയിന്റ്സ് ആണോ പഠിക്കുന്നേ? പഠിച്ചു കഴിഞ്ഞോ? കുറച്ചും കൂടി ഉണ്ടോ? കുറേ നേരമായിട്ട് പഠിക്കുകയാണല്ലോ. പഠിച്ച അത്ര ഒന്ന് പറഞ്ഞാടാ പോയിന്റ്സ്. ഇതൊന്നും മാറ്റട്ടെടാ, ഒരു മിനിറ്റ്. ഇനി പറഞ്ഞു. Always read at the നോർമൽ പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോ. ബിക്കോസ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റിയത് ഇതാണ്, യു വേറിൻറ്റ് സ്റ്റഡിയിങ് ദിസ് ടോപ്പിക്. വേറെന്തോ ഇതല്ല പഠിച്ചുകൊണ്ടിരുന്നത്, വേറെന്തോ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ എക്സാമിൻ്റെ ആണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അതിപ്പോൾ പഠിച്ച കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ പറയേണ്ടതാണല്ലോ അല്ലേ സാർ? കുഴപ്പമില്ല. എനിവേസ് നിനക്ക് ഓർമ്മയിലുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കി. ഐ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോയാൽ എന്ത് ചെയ്യണം? We should wash with water. If it does not, we should show to doctors. ഓക്കെ. ദെൻ ബ്രൈറ്റ് ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഏത് പാർട്ടിനാണത് ഡിഫിക്കൽട്ട് ആവുന്നത്? ഒരു പാർട്ടിൽ ഇഞ്ചേർഡ് ആവും. അത് ഏത് പാർട്ടാണ്? ബ്രൈറ്റ് ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പറ, വേഗം പറ. അടുത്ത ആളൊന്ന് വിളിച്ച് സാർ, അപ്പുറത്തിരിക്കുന്ന ആളോ? അദ്വൈതേ, ബ്രൈറ്റ് ലൈറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐയിൽ ഒരു പാർട്ട് ഇഞ്ചേർഡ് ആവും. അത് ഏത് പാർട്ടാ? ഏതാണ്? ആരാ? റെറ്റിന എന്നല്ലേ പറഞ്ഞു? റെറ്റിന. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കാണുന്നില്ലല്ലോ സാറും, ബ്ലർ ആയിട്ടിരിക്കുകയാണല്ലോ. ക്യാമറ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ തൻവി, നമ്മുടെ റെറ്റിനയാണ് ഇഞ്ചേർഡ് ആവുന്നത് കേട്ടോ ബ്രൈറ്റ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുടെ ശ്രദ്ധ നമ്മളുടെ നന്നായിട്ട് ഐ കെയർ ഒക്കെ ചെയ്യുക, ബ്രൈറ്റ് ലൈറ്റ് ഒന്നും നോക്കാതിരിക്കുക, കണ്ണിന് അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് കേട്ടോ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് വിഷ്വലി ചാലഞ്ചഡ് പേഴ്സൺസ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾ, വിഷ്വലി ചാലഞ്ച്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ളവരാണ് കേട്ടോ. അങ്ങനെ ബ്ലൈൻഡ് ആണെങ്കിൽ പോലും വി ക്യാൻ റൈറ്റ് ആൻഡ് റീഡ്. അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു വലിയൊരു എന്താ പറയുക, അത്രയും നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തി ക്രിയേറ്റ് ചെയ്തൊരു സിസ്റ്റം ആയിരുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണത്? എവിടെ ബ്രെയിലി സിസ്റ്റം. ഓക്കെ, ദിസ് ഈസ് ദ മാൻ. ആൾക്ക് പണ്ട് ചെറുപ്പത്തിൽ ചൈൽഡ് ആയിരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ ആക്സിഡൻറ്റിന് ശേഷമാണ് ആൾ ബ്ലൈൻഡ് ആയത്. ഓക്കെ, അപ്പോൾ ആൾ ഡെവലപ്പ് ചെയ്ത, ലൂയിസ് ബ്രെയിലി എന്നാണ് ആളുടെ പേര്. ആൾ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ് ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഭയങ്കര ഫേമസ് ആയിരിക്കും. ഇതുപോലെ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ചെറിയ എന്താ പറയുക, ഒരു പ്രൊജക്ഷൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിലിങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതനുസരിച്ച് നമുക്ക് റൈറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ആളുടെ പേരൊന്ന് എഴുതി വെച്ചേക്കും കേട്ടോ, ലൂയിസ് ബ്രെയിലി. ഓക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് റീഡ് ചെയ്യാനും അതുപോലെ റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം.
ഷോ ജസ്ലിൻ, ദാറ്റ് വാസ് ടു മച്ച്. ഓക്കെ യെസ്. എടാ ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്താ ഒന്നുമില്ല ടാസ്ക്. ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഓക്കെ, ബ്രെയിലി ഈസ് എ സിസ്റ്റം ടു റീഡ് ആൻഡ് റൈറ്റ് ഫോർ വിഷ്വലി ഇംപെയർഡ് പേഴ്സൺ. അപ്പോൾ ബ്രെയിലി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ബ്രെയിലി സിസ്റ്റം എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് ആൻസർ ലൈക്ക് ദിസ്. ബ്രെയിലി ഈസ് എ സിസ്റ്റം ടു റീഡ് ആൻഡ് റൈറ്റ് ഫോർ വിഷ്വലി ഇംപെയർഡ് പീപ്പിൾ. ഓക്കെ, വിഷ്വലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം അവർക്കും എഴുതുകയും വായിക്കാൻ വേണ്ടേ, അവർക്കും പഠിക്കണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബ്രെയിലി സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 63 ഡോട്ട് പാറ്റേൺസ് ഓർ ക്യാരക്ടേഴ്സ്. ഓക്കെ, നമുക്ക് നോർമലി നമുക്ക് 26 ലെറ്റേഴ്സ് ആണ് നമ്മളുടെ ആൽഫബറ്റ്സിലുള്ളത്. പക്ഷേ ബ്രെയിലി സിസ്റ്റത്തിനകത്ത് 63 ഡോട്ട് പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ചിലപ്പോൾ 2 പാറ്റേൺസ് ഒക്കെ ചേർന്നതായിരിക്കും ചിലപ്പോൾ ലെറ്റർ എ. ഓക്കെ, അതുകൊണ്ട് 63 ഡോട്ട് പാറ്റേൺസും ക്യാരക്ടേഴ്സും ആണ് അതിനകത്തുള്ളത്. ദീസ് പാറ്റേൺസ് ആർ എംപോസ്ഡ് ഇൻ ബ്രെയിലി ഷീറ്റ്സ് ദാറ്റ് ക്യാൻ റെക്കഗ്നൈസ്ഡ് ഓൺ ടച്ച്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്താണ് എംപോസ് ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തായിരിക്കും ആ ഡോട്ട് പാറ്റേൺസ് ഉണ്ടാവുന്നത്. ദ ഡോട്ട്സ് ആർ റേസ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഈസിയർ ടു ടച്ച്. ആ ഡോട്ട്സ് ഇങ്ങനെ റേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്ക് ടച്ച് ചെയ്യാൻ എളുപ്പത്തിന്. കാരണം അവർ ബ്ലൈൻഡ് ആണല്ലോ, അവർക്ക് കാണാൻ പറ്റില്ല, അവർക്ക് ടച്ച് ചെയ്താലേ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് റേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ഡോട്ട് പാറ്റേൺസ്. ഓക്കെ, നമുക്കിത് ബ്രെയിലി സിസ്റ്റം പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഈ ഡെഫിനിഷനും മാത്രം പഠിക്കാനുള്ളൂ. ജസ്റ്റ് നോട്ട് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് വീശി കാണിച്ചോ, നന്നായിട്ട് വീശിക്കോ കേട്ടോ. സിമ്പിളാണ്, വെരി വെരി സിമ്പിൾ. സോ ജസ്റ്റ് ഒന്ന് വീശി കാണിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. എന്നാലും ഇവാന, ഇതെന്ത് വീശല? ആ നീ ഓക്കെ ഓക്കെ യെസ് 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 ഓക്കെ. നീ എന്നെ വിളിക്കുന്നതാണോടാ പ്രണവേ? ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഐ കാൻ കം, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലടാ. പ്രണവ് ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്യാം കേട്ടോ. വേഗം എഴുതിയെടുക്കുക, വേഗം എഴുതിയെടുക്കുക. ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ വിഷ്ണു കുരുപ്പ്. യു ആർ ടു ഫാസ്റ്റ്. ആ അവൻ തന്നെ, അവനല്ലേ വിഷ്ണു കുറുപ്പ്. വേറെ വിഷ്ണു കുറുപ്പുണ്ട് ക്ലാസ്സിൽ. നീ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറയായിരുന്നു. എഴുതി കഴിഞ്ഞില്ലേ? മാർക്ക് ചെയ്യായിരുന്നല്ലോ മെറ്റീരിയലിൽ. വെറുതെ അല്ല പെട്ടെന്ന് കഴിഞ്ഞത്. ഓക്കെ, കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവ് കേട്ടോ എല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചാപ്റ്റർ ഒഫീഷ്യലി ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ. കഴിഞ്ഞു, ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു, ഇനി റിവിഷൻ ആയിരിക്കുള്ളൂ. ഓക്കെ, ഒന്ന് കഴിഞ്ഞു ഗൈസ്. ആരാത്? വിഷ്ണു കുറുപ്പിന്റെ ബ്രദർ ആണോ? അനന്തു, അറിയോ? നമ്മുടെ സ്റ്റുഡൻ്റാ ആയിരുന്നല്ലേ? ഓക്കെ, ആളിപ്പ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഹായ് അനന്തു, ഡു യു നോ മീ? നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. ഓക്കെ, സോ എല്ലാവരും വേഗം തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആക്കുക. പേരൻസിനെ വിളിച്ചെടുത്തിരുത്താം, വേഗം ആവട്ടെ കേട്ടോ.